തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വല്ലതും ഇനി ചൈനയിൽ ബാക്കിയുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ചൈന അങ്ങനെ ഒരു രാജ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മുതലാളിത്തത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും മനുഷ്യവിരുദ്ധമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ മൂലധനത്തെ വളർത്തിയെടുത്തിട്ട് സ്വകാര്യ മൂലധനം പാർട്ടിയായി തീരുകയും പാർട്ടിയുടെ ആ മൂലധനത്തിൻ്റെ അടിമകളായി പാർട്ടി മെഷീനറി മാറുകയും അവരുടെ അടിമത്തൊഴിലാളികളായിട്ട് ചൈനീസ് അവിടെ അതുകൊണ്ടാണ് ആത്മീയതയെ അവർക്ക് വലിയ ശത്രുതയാണല്ലോ. ഏറ്റവും ഒടുവിലത്തെ ചിത്രം കണ്ടില്ലേ, ദലൈലാമയെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ദലൈലാമ അവരുടെ പിടിയിൽ വഴങ്ങാത്തത് കൊണ്ട് ദലൈലാമയ്ക്ക് പ്രായം ചെല്ലുമ്പോൾ അടുത്ത അനുയായിയെ ഉടനെ പ്രഖ്യാപിക്കണം. അത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഒരു ഭരണകൂടം തീരുമാനിക്കുകയാണ്. അവർക്ക് അതിൻ്റെ അർത്ഥം ആത്മീയതയെ അവർ ഭയപ്പെടുന്നുണ്ട്. അവിടെ ഉറുഗ്വേ അവിടുത്തെ മുസ്ലിങ്ങളുടെ ആത്മീയതയെ അവർ ഭയപ്പെടുന്നുണ്ട്, ആട്ടി ഓടിക്കുന്നുണ്ട്, കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വേറൊന്നുകൊണ്ടുമല്ല, മൂലധനത്തിന് ഉയ്ഗർ മുസ്ലിംസിൻ്റെ ഞാൻ പറയുന്നത് അത് ഈ മുസ്ലിം ആയതുകൊണ്ടല്ല, അത് അവർക്ക് ഈ മൂലധനത്തിന് നേരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് മൂലധനത്തെ ഭയപ്പെടാതെ അധികാരത്തെയും ആസ്തിയെയും ഭയപ്പെടാത്ത ആത്മീയത എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനോട് ആദരപൂർവ്വം പെരുമാറിയ രാജ്യങ്ങളിലൊക്കെ മാർക്സിസം അതിൻ്റെ തിളക്കത്തോടു കൂടി നിന്നിട്ടുമുണ്ട്. അത് എവിടെ വഴിതെറ്റിപ്പോകുന്നുവോ അത് തകരുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് ചൈനയുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.